നമസ്കാരം. എല്ലാവർക്കും അഷ്ടോക്ഷര മന്ത്രം അറിയായിരിക്കുമല്ലോ അല്ലേ? ഓം നമോ നാരായണായ എന്നുള്ളൊരു മന്ത്രം, 8 അക്ഷരങ്ങളടങ്ങിയ മന്ത്രം. ശ്രീ രാമാനുജാചാര്യർ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠനായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനിൽ നിന്നും ലഭിച്ച ഒരു വളരെ രഹസ്യമായ ഒരു മന്ത്രമായിരുന്നു. മന്ത്രദീക്ഷ ലഭിച്ചതായിരുന്നു ഈ അഷ്ടോക്ഷരി. അപ്പോൾ ഇദ്ദേഹത്തെ ലഭിച്ചതിന് ശേഷം നേരെ ഗുരുവിൻ്റെ വീട്ടിൽ നിന്നും ശ്രീ പരമ്പത്തൂർ ക്ഷേത്രത്തിലേക്ക് ഓടുകയുണ്ടായി. ഇപ്പം ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു ചന്തയാണ്. ആൾക്കാർ സാധനങ്ങൾ മേടിക്കാൻ വന്നവരുണ്ട്, വിൽക്കാൻ വന്നവരുണ്ട്, പണിക്കാരുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ നേരെ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുകയുണ്ടായി. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരാൾ ഗോപുരത്തിൻ്റെ മേളിൽ നിന്ന് ചാടാൻ നിൽക്കുകയാണോ എന്ന് ചിന്തിച്ചിട്ട് ഇവരെല്ലാം അങ്ങോട്ട് ചെല്ലുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരെയും ഞാൻ രക്ഷപ്പെടുത്താൻ പോവുകയാണ്, എല്ലാവരും ഏറ്റു ചൊല്ലിക്കൊള്ളൂ ഓം നമോ നാരായണായ എന്ന്. അദ്ദേഹത്തിന് പരമരഹസ്യമായി ലഭിച്ചിരുന്ന ഈ മന്ത്രം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയോടെ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നുള്ള മനോഭാവത്തോടെയാണ് അദ്ദേഹം പകർന്നു കൊടുത്തത്. ഈ കഥ ഞാൻ പറയാൻ കാരണം, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. അദ്ദേഹത്തിന് സ്പിരിച്വാലിറ്റിയെ പറ്റിയിട്ടൊക്കെ പഠിക്കണം, ഗുരുവിനെ വേണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം പഞ്ചാക്ഷരിയും അഷ്ടോത്തരിയും ജപിക്കുക, അതിനുശേഷം ഗുരു നിങ്ങളെ തേടി എത്തിക്കോളും, അതിന് യോഗബലം കൂടി ഉണ്ടെങ്കിലെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിനൊരു ഗുരുനാഥനുണ്ട്, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ, ഈ കാര്യങ്ങളെപ്പറ്റി അറിയുവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഒന്നും താല്പര്യമില്ലാത്തൊരു തരത്തിൽ, ഒരു ഈഗോ ജലസ് എന്നുള്ള രീതിയിൽ. ഇനി ഇദ്ദേഹം രക്ഷപ്പെട്ടു പോയാലാണോ അത് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ സുഹൃത്തിൻ്റെ ഗുരുനാഥൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായി വന്നു. ഞാൻ ഈ കഥ പറയാൻ കാരണം, നമ്മൾ സൽചിന്തകളോടെ നമുക്ക് അറിയാവുന്ന അറിവുകൾ കൃത്യമായിട്ട് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്താൽ നമ്മുടെ അറിവുകളോ നമ്മുടെ കഴിവുകളോ ഒന്നും ചോർന്നു പോവുകയില്ല. അത് വളരാൻ മാത്രമേ സഹായിക്കുള്ളൂ. ഇത് എൻ്റെ വാക്കുകളല്ല, ശ്രീകൃഷ്ണൻ്റെ വാക്ക് ഭഗവത്ഗീതയിൽ നിന്ന് ഞാൻ കടമെടുത്താണ്. അപ്പം എല്ലാവർക്കും ഓം നമോ നാരായണായ.